ഓക്കെ, സായുജ് പ്രസന്റ് ആണല്ലേ? ഓക്കെ ഓക്കെ, ശരി. Sir, Okay, so where do we Marzuk stop in the present. last class? മർസൂഖിന് അറ്റൻഡൻസ് ഇട്ടിന്, പ്രസന്റ് ഇട്ടിന്. എവിടെ എത്തിയ ലാസ്റ്റ് ക്ലാസ്സിൽ? എവിടെയാ സ്റ്റോപ്പ് ചെയ്തേ? Critical path difference equation. ഇക്വേഷൻ, പാത്ത് ഡിഫറൻസിന്റെ ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്തോ? സോ എന്താ നമുക്ക് കിട്ടിയ ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസിന്റെ ഇക്വേഷൻ എന്ത് കിട്ടി? 2 mu t cos r plus lambda by 2. Okay, very good. Okay, so optical path difference അല്ലേ? Optical path difference is equal to 2 mu t cos r plus lambda by 2. So here mu is the refractive index of the thin film and t is the thickness of the thin film. R is angle of refraction and lambda is the wavelength of light incident. Okay, so ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ജനറൽ പാത്ത് ഡിഫറൻസിന്റെ ഇക്വേഷൻ. ഓക്കെ, സോ നൗ നെക്സ്റ്റ് നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കൊസൈൻ ലോയിലേക്കാണ് എത്തേണ്ടത് അല്ലേ? അതാണ് നമ്മുടെ ടോപ്പിക്. അപ്പൊ കൊസൈൻ ലോ കണ്ടുപിടിക്കണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് രണ്ട് കണ്ടീഷൻസ് ആണ്. അതായത് കണ്ടീഷൻ ഫോർ മാക്സിമ ആൻഡ് കണ്ടീഷൻ ഫോർ മിനിമം. അതായത് മാക്സിമ ആൻഡ് മിനിമ അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് ആൻഡ് ഡാർക്ക്നെസ്, അതിന്റെ കണ്ടീഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം കിട്ടിയിട്ടുള്ള ഈ ഒരു ഇക്വേഷൻ ഇല്ലേ, പാത്ത് ഡിഫറൻസിന്റെ ദിസ് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ മിനിമേന്റെയും മാക്സിമേന്റെയും കണ്ടീഷൻസുമായിട്ട് ഇക്വേറ്റ് ചെയ്യാനാണ് പോകുന്നത്. അതായത് നമുക്ക് രണ്ടിന്റെ കണ്ടീഷൻസ് ഇല്ലേ, മിനിമ മാക്സിമ എന്ന് പറഞ്ഞാൽ എന്താ, കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസും ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസും. കൺസ്ട്രക്റ്റീവ് ഏതാണ്, മിനിമയാണോ മാക്സിമയാണോ? മാക്സിമ, യെസ്. സോ കൺസ്ട്രക്റ്റീവിന്റെ കേസിലും ഡിസ്ട്രക്റ്റീവിന്റെ കേസിലും നമുക്ക് പാത്ത് ഡിഫറൻസിന്റെ കണ്ടീഷൻസ് ഉണ്ട് അല്ലേ? നമ്മൾ ആദ്യം ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. രണ്ട് കേസിലും നമുക്ക് പാത്ത് ഡിഫറൻസിന്റെ കണ്ടീഷൻ ഉണ്ട്. സോ ആ കണ്ടീഷനുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു പെർട്ടിക്കുലർ പാത്ത് ഡിഫറൻസിന്റെ ഇക്വേഷൻ നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു. ആൻഡ് ആ സമയത്ത് ഉള്ള എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് എന്ത് നോക്കാം, കണ്ടീഷൻ ഫോർ മാക്സിമം. കണ്ടീഷൻ ഫോർ മാക്സിമം. ഓക്കെ, സോ കണ്ടീഷൻ ഫോർ മാക്സിമ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം, നമ്മുടെ കയ്യിൽ ഇപ്പൊ ഉള്ള പാത്ത് ഡിഫറൻസിന്റെ ഇക്വേഷൻ, ദാറ്റ് ഈസ് 2 mu t cos r പ്ലസ് ലാംഡ ബൈ 2. ഇതിനെ ഏതുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം, മാക്സിമേന്റെ കേസിലുള്ള പാത്ത് ഡിഫറൻസിന്റെ കണ്ടീഷൻ അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിന്റെ കേസിലുള്ള പാത്ത് ഡിഫറൻസിന്റെ കണ്ടീഷൻ. പറഞ്ഞു, കൺസ്ട്രക്റ്റീവിന്റെ കേസിൽ പാത്ത് ഡിഫറൻസ് എന്താ? കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിന്റെ കേസിലുള്ള പാത്ത് ഡിഫറൻസ് എൻ ലാംഡ അല്ലെ? സോ നമുക്ക് എന്ത് ചെയ്യുന്നു, അതിനായിട്ട് ഇക്വേറ്റ് ചെയ്യാം. സോ ദിസ് ഈസ് ഈക്വൽ ടു എൻ ലാംഡ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം, ദിസ് ലാംഡന്റെ ടേംസിനൊക്കെ നമുക്ക് ഒരു സൈഡിലേക്ക് ആക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഈ ലാംഡ ബൈ 2നെ നമുക്ക് ആർ എച്ച് എസിലോട്ട് കൊണ്ടുപോവാം. അപ്പൊ ഈ പ്ലസ് ലാംഡ ബൈ 2 ആർ എച്ച് എസിൽ പോകുമ്പോൾ എന്താവും, ഇറ്റ് വിൽ ബി മൈനസ്. ഓക്കെ, സോ എഴുതിക്കോ അത്, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 2 mu t cos r is equal to എന്താവും, n ലാംഡ മൈനസ് ലാംഡ ബൈ 2. ദിസ് ഈക്വൽസ് എന്ത് വരും, ലാംഡ കോമൺ അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻ ബി ടേക്കൺ ഔട്ട്സൈഡ്. സോ ലാംഡനെ നമ്മൾ ഔട്ട്സൈഡ് എടുത്തു. ബാക്കി എന്താ ഉള്ളിൽ വരിക, ബ്രാക്കറ്റിന്റെ ഫസ്റ്റ് ടേമിൽ n ഉണ്ടാവും, സെക്കൻഡ് ടേമിൽ 1/2. സോ n മൈനസ് 1/2. കറക്റ്റ് അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, n മൈനസ് 1/2നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും, 2 into n minus 1 all divided by 2 വരൂലേ? Okay, so this will be equal to lambda into 2n minus 1 all divided by 2. Okay, നോട്ട് ചെയ്തോ എത്ര വരെ? ഇല്ല. ഓക്കെ, പെട്ടെന്ന് ചെയ്യാം. 2 mu t cos r is equal to lambda into 2n minus 1 divided by 2. അതായത് നമുക്ക് ഈ ഒരു കേസിലുള്ള മാക്സിമന്റെ കണ്ടീഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് ഇപ്പം കിട്ടിയിട്ടുള്ള പാത്ത് ഡിഫറൻസിന്റെ ഇക്വേഷൻ ഓൾറെഡി ഇല്ല മാക്സിമന്റെ ജനറൽ കണ്ടീഷൻ ഉണ്ടല്ലേ, നമ്മൾ ആദ്യം പറഞ്ഞിട്ടില്ലേ കൺസ്ട്രക്റ്റീവ് ആൻഡ് ഡിസ്ട്രക്റ്റീവ്.
അതിന്റെ കേസിൽ രണ്ട് കണ്ടീഷൻ എന്ന് പറയുന്നത് ജനറൽ കണ്ടീഷൻസ് ആണ് കേട്ടോ. മാക്സിമാന്റെയും മിനിമാന്റെയും ജനറൽ കണ്ടീഷൻസ് ആണ് കൺസ്ട്രക്റ്റീവ്. എന്താ മർസുഖ? എന്ന് ഉദ്ദേശിക്കുന്ന മാക്സിമം അല്ലേ? എൻ അല്ല മോനെ, എന്നിന് ഓർഡർ അല്ലേ, ഓർഡർ ഓഫ് അല്ലേ, n ഈസ് ഈക്വൽ ടു 1 2 3 അല്ലേ, ഇന്റീജേഴ്സ് ആണ്. ഓക്കെ, അതായത് ഫസ്റ്റ് ഓർഡർ സെക്കൻഡ് ഓർഡർ, ഫസ്റ്റ് ഓർഡർ മാക്സിമം സെക്കൻഡ് ഓർഡർ മാക്സിമം അങ്ങനെ പറയില്ലേ നമ്മള്. ഓക്കെ, അതാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കൺസ്ട്രക്റ്റീവിന്റെയും ഡിസ്ട്രക്റ്റീവിന്റെയും കേസിലുള്ള പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മളെ ജനറൽ പാത്ത് ഡിഫറൻസ് ആണ്, ജനറൽ കണ്ടീഷൻസ് ആണ് അത്. ആൻഡ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താ, ഈ ഒരു റിഫ്ലക്ഷന്റെ കേസിലുള്ള പാത്ത് ഡിഫറൻസിന്റെ കണ്ടീഷൻ. ഓക്കെ, അതായത് മാക്സിമാന്റെയും മിനിമേന്റെയും കണ്ടീഷൻ, അതാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ എഴുതിയില്ലേ ഇത്ര പേരെ എല്ലാവരും? അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡിവൈഡ് ബൈ 2, ഈ ഡിനോമിനേറ്ററിലെ 2നെ നമുക്ക് പുറത്തെടുത്ത് എഴുതാം. അത് കോൺസ്റ്റന്റ് ആണ്, സോ നമുക്ക് ലാംഡേന്റെ കൂടെ എഴുതാം അല്ലെ. സോ എന്തായിട്ട് മാറും, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 2 mu t cos r is equal to എന്ത് വരും, n minus 2n minus 1 into lambda by 2. So this is the condition for maximum. തിൻ ഫിലിംസിന്റെ കേസിൽ, തിൻ ഫിലിംസ് ഡ്യൂ ടു റിഫ്ലക്ഷന്റെ കേസിലുള്ള മാക്സിമന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, സോ നെക്സ്റ്റ് നമുക്കിനി എന്ത് ചെയ്യാം, കണ്ടീഷൻ ഫോർ മിനിമം. കണ്ടീഷൻ ഫോർ മിനിമം. ഓക്കെ, സോ കണ്ടീഷൻ ഫോർ മിനിമം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ കയ്യിലുള്ള പാത്ത് ഡിഫറൻസിന്റെ ഇക്വേഷനെ ഏതുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക, ഡിസ്ട്രക്റ്റീവിന്റെ കണ്ടീഷനുമായിട്ട് അല്ലേ. സോ 2 mu t cos r പ്ലസ് ലാംഡ ബൈ 2, അതാണ് നമ്മുടെ കയ്യിലുള്ള പാത്ത് ഡിഫറൻസിന്റെ ഇക്വേഷൻ. അതിന് എന്ത് വേണം, ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിന്റെ കേസിലുള്ള പാത്ത് ഡിഫറൻസിൻ്റെതുമായിട്ട് കമ്പയർ ചെയ്യണം. അപ്പൊ അതിന്റെ കേസിലുള്ള പാത്ത് ഡിഫറൻസ് എത്രയാ, ഡിസ്ട്രക്റ്റീവിന്റെ കേസിൽ 2n plus 1 into lambda by 2. ഓക്കെ, ഇതാണ് ഡിസ്ട്രക്റ്റീവിന്റെ കേസിലുള്ളത് അല്ലെ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ ചെയ്ത് അതേപോലെ ചെയ്യാം. ദാറ്റ് ഈസ് ലാംഡ ബൈ 2 നമ്മൾ എന്ത് ചെയ്യുന്നു, RHSലേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ അപ്പുറം പോകുമ്പോൾ അത് മൈനസ് ആവും അല്ലെ. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 2 mu t cos r is equal to 2n plus 1 into lambda by 2 മൈനസ് എന്താവും, ഈ ലാംഡ ബൈ 2 ഇപ്പുറം വരും അല്ലെ. സോ മൈനസ് ലാംഡ ബൈ 2. ഇനി പറഞ്ഞ ഏതാ കോമൺ ഫാക്ടർ, ഈ ടേമിൽ ഏതാ കോമൺ ആയിട്ടില്ല, ലാംഡ ബൈ 2 അല്ലെ. സോ അതിന് എന്ത് ചെയ്യുക, ഔട്ട് സൈഡ് എടുക്കുക. സോ ലാംഡ ബൈ 2 ഔട്ട് സൈഡ് എടുത്താൽ ബാക്കി എന്ത് വരും, ഫസ്റ്റ് ടേമിൽ ബാക്കിയുള്ളത് 2n plus 1 മാത്രമാണ്. സെക്കൻഡ് ടേമിൽ ബാക്കിയുള്ളത് എന്താണ്, ഒരു 1 മൈനസ് 1 ഉണ്ടാവും. കറക്റ്റ് അല്ലേ? ഓക്കെ, ഇനി ഏതാ ഇവിടെ ക്യാൻസൽ ചെയ്ത് പോവുക, പ്ലസ് 1ഉം മൈനസ് 1ഉം പോയി, ബാക്കി എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, 2n മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, എഴുതിയോ, എത്ര വരെ എഴുതിയോ? ഇല്ല. ഓക്കെ, നോട്ട് ചെയ്യത് മിനിമേന്റെ കണ്ടീഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ കയ്യിലുള്ള പാത്ത് ഡിഫറൻസിന്റെ ഇക്വേഷനാ ഡിസ്ട്രക്റ്റീവിന്റെ കണ്ടീഷനുമായിട്ട് ഇക്വേറ്റ് ചെയ്തു. സാർ ലാസ്റ്റ് ചെയ്തത് 2n plus 1 minus r ആ? 1 മൈനസ് 1 പോലെ മനസ്സിലായില്ല അത്? മനസ്സിലായി. ആ, അതൊന്നുമില്ല, ലാംഡ ബൈ 2 നമ്മൾ പുറത്തെടുക്കുകയാണ്. അപ്പൊ രണ്ടാമത്തെ ടേമിൽ അത് പുറത്തു പോയാൽ ബാക്കി അവിടെ ഒരു 1 ഉണ്ടാവില്ലേ, ആ 1 അത്. ഒന്നുകൂടെ പറയണോ? ഓക്കെ, ഇത് ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പോരെ? ഓക്കെ, അപ്പൊ അവിടെ നിങ്ങൾ നോക്കിയേ, ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ടേം, ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ടേം. അതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ഏതാ, ലാംഡ ബൈ 2 അല്ലേ?
അപ്പൊ അതിനെ നമ്മൾ ഔട്ട് സൈഡ് എടുത്തു. അപ്പൊ ഫസ്റ്റ് ടേമിൽ നിങ്ങൾ നോക്ക്, ഫസ്റ്റ് ടേമിൽ നിന്ന് ഈ λ/2 പോയാൽ ബാക്കി അവിടെ എന്താ ഉള്ളത്? 2n+1. 2n+1 ആണ്. ഇനി രണ്ടാമത്തെ ടേമിൽ നിന്ന് λ/2 പോയാൽ ബാക്കി അവിടെ എന്താ ഉള്ളത്? 1 ആണ് ഉണ്ടാവും അല്ലെ. അപ്പൊ നമുക്ക് ബാക്കി ബ്രാക്കറ്റിൽ ഇൻസൈഡിൽ എന്താ വരുക? 2n+1 മൈനസ് ഇവിടെയുള്ള ഒരു 1 ഉണ്ടാവും. അപ്പൊ ഇവിടെ +1 -1 വന്നില്ലേ, അത് 0 ആയി പോകൂലേ, ക്യാൻസൽ ചെയ്ത് പോകൂലേ? ഓക്കെ, സോ അങ്ങനെ അത് പോയതാ കേട്ടോ. അപ്പൊ ബാക്കി എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഇവിടെ 2n മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? 2μt cos r is equal to λ/2 ഇൻറ്റു എന്തുണ്ട്, നമ്മുടെ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള ഒരു 2n ഉണ്ട് അല്ലേ, അത് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇൻറ്റു 2n. ഇവിടെ എന്താണ്? 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് പോകും. സോ ഇക്വേഷൻ എന്താ കിട്ടുക? 2μt cos r is equal to n lambda. ക്ലിയർ ആയോ? ഓക്കെ. Oh, this equation is known as cosine law. ഈ ഇക്വേഷനെയാണ് നമ്മൾ കൊസൈൻ ലോ എന്ന് പറയുന്നത്. അതായത് കണ്ടീഷൻ ഫോർ മിനിമ കേട്ടോ. കണ്ടീഷൻ ഫോർ മിനിമേനെയാണ് നമ്മൾ കൊസൈൻ ലോ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 2μt cos r is equal to n lambda. അപ്പൊ നമ്മൾ ഫൈനൽ ഇക്വേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്, ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് ചോദിക്കോട്ടോ. സോ ഇമ്പോർട്ടന്റ് ആണ് 2μt cos r equal to n lambda which is known as cosine law. ഓക്കെ, ക്ലിയർ അല്ലേ അപ്പൊ ഈ ടോപ്പിക് എല്ലാവർക്കും? ഓക്കെ, അപ്പൊ ഇത് നിങ്ങളോട് 10 മാർക്കിനാണ് ക്വസ്റ്റൻ ഉണ്ടാവുക കേട്ടോ. യൂണിവേഴ്സിറ്റി എക്സാമിന് 10 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്, മൊഡ്യൂൾ 2 ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് ഇത്. അതായത് ഒന്നുകിൽ നിങ്ങളോട് ചോദിക്കുക ഡിറൈവ് കൊസൈൻ ലോ എന്നാണ് ചോദിക്കുക, അല്ലെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഡിറൈവ് ദ ഇക്വേഷൻ ഫോർ പാത്ത് ഡിഫറൻസ് എന്നാണ് ചോദിക്കുക ബിറ്റ്വീൻ 2 റിഫ്ലക്റ്റഡ് റേസ്, അങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ കൊസൈൻ ലോ ആണ് ക്വസ്റ്റനിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വേണം? ഇത്ര വരെ കംപ്ലീറ്റ് ആയിട്ട് എഴുതണം. കാരണം ഇതല്ലേ നമ്മുടെ കൊസൈൻ ലോ. ഇത്ര വരെയുള്ള സ്റ്റെപ്പ് മൊത്തത്തിൽ എഴുതണം. കൊസൈൻ ലോ ആണ് ഡിറൈവ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ. ഇനി പാത്ത് ഡിഫറൻസിന്റെ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വരെ മതി? നമ്മുടെ ഈ ഇക്വേഷൻ ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് ഇല്ലേ, അത്ര വരെ എഴുതിയാൽ മതി. ബാക്കി കണ്ടീഷൻസ് എഴുതണം എന്നില്ല. ഇതാണ് ചോദിക്കുന്നതെങ്കിൽ ഓക്കെ, ഇപ്പൊ ക്വസ്റ്റൻ കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് അറ്റൻഡ് ചെയ്താൽ മതി കേട്ടോ. ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് കൊസൈൻ ലോ ചോദിക്കുമ്പോ മാക്സിമന്റെ കണ്ടീഷൻ എഴുതണോ? ഇല്ല, മാക്സിമം എഴുതിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, മിനിമം മാത്രം പറഞ്ഞാൽ മതി. അതിനകത്ത് ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസിന് കണ്ടീഷൻ എഴുതണ? കാരണം ഇവിടുന്നല്ലേടാ നമുക്കിനി അടുത്തത് കണ്ടുപിടിക്കാൻ പറ്റൂല്ലോ. ഇവിടെ എന്തായാലും വേണ്ടേ? ഇതിന് ശേഷം കൊസൈൻ ലോ കണ്ടുപിടിക്കണമെങ്കിൽ അതുമായിട്ടല്ലേ നമ്മൾ ഇക്വേറ്റ് ചെയ്യണ്ടേ. അപ്പൊ ഈ ഇക്വേഷൻ വേണ്ടേ എന്തായാലും. ഓക്കെ, OPD വരെ എന്തായാലും എഴുതണം. അതിനുശേഷം എന്ത് ചെയ്യുക? മിനിമേന്റേത് മാത്രം എഴുതിയാൽ മതി കൊസൈൻ ലോ ചോദിക്കുവാണെങ്കിൽ. ഓക്കെ, ഓക്കെ, സോ നമുക്ക് നല്ല 2 പ്രോബ്ലംസ് നോക്കിയാലോ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള. ഓക്കെ, ജസ്റ്റ് എ മിനിറ്റ്. അത് നോട്ട് ചെയ്യാത്തവരൊന്ന് പെട്ടെന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ ക്വസ്റ്റ്യൻ പറയട്ടെ, ഞാൻ നോട്ട് ചെയ്യില്ല നിങ്ങള്? ഓക്കെ, അപ്പൊ എഴുതിക്ക എല്ലാരും. എ പാരലൽ ബീം ഓഫ് ലൈറ്റ്, എ പാരലൽ ബീം ഓഫ് ലൈറ്റ്, BEAM, പാരലൽ ബീം, എ പാരലൽ ബീം ഓഫ് ലൈറ്റ് of wavelength, a parallel beam of light of wavelength lambda is equal to 5890 into 10⁻⁻8 centimeter.
a parallel beam of light of wavelength 5890 5890 into 10 raised to minus 8 centimeter is incident on a thin glass plate is incident on a thin glass plate of refractive index is incident on a thin glass plate of refractive index 1.5. Mu is equal to 1.5. Refractive index 1.5. Such that the angle of refraction into the plate refraction into the plate is 60 degree 60 into the place is 60 degree. Calculate the smallest thickness of the glass plate which will appear dark by reflection എഴുതിയോ? ഓക്കെ, എല്ലാവരും എഴുതിയില്ല? ഒന്നുകൂടെ പറയണോ ക്വസ്റ്റ്യൻ? വേണ്ട സർ. ഓക്കെ, അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന് എല്ലാവരും വായിച്ചു നോക്കിയേ. ഏത് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നിട്ട്. നമുക്കിപ്പോ ഒരുപാട് പാത്ത് ഡിഫറൻസിന്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു. അതിൽ ഏത് ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യണ്ടേ? Optical path difference. ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് ആണോ? മറിച്ചൊക്കെ കറക്റ്റ് ആയിട്ട് നോക്ക്. ഏതാണ്? കൊസൈൻ ലോന്റെ ഇക്വേഷൻ ആണ്. കറക്റ്റ്, വെരി ഗുഡ്. ഓക്കെ, നോക്കതല്ല. അതായത് എന്താ നമ്മളോട് പറഞ്ഞിട്ടില്ലേ, നമുക്കൊരു ലൈറ്റ് വന്നിട്ടുണ്ട് അല്ലെ, അതായത് ഒരു തിൻ ഫിലിമിലേക്ക് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പ്ലേറ്റിലേക്ക് ഒരു ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വേവ് ലെങ്ത്തിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. അതുപോലെ ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്. പിന്നെ എന്താ തന്നിട്ടില്ലേ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആറിന്റെ വാല്യൂവും തന്നിട്ടുണ്ട്. ആൻഡ് നമ്മളോട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറയുന്നത് എന്താ, കാൽക്കുലേറ്റ് ദി സ്മോളസ്റ്റ് തിക്നെസ് ഓഫ് ദി ഗ്ലാസ് പ്ലേറ്റ് വിച്ച് വിൽ അപ്പിയർ ഡാർക്ക്. അപ്പൊ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വിച്ച് വിൽ അപ്പിയർ ഡാർക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ ഡാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് കണ്ടീഷനാണ് യൂസ് ചെയ്യുക? മാക്സിമയാണോ മിനിമയാണോ? മിനിമ. അപ്പൊ മിനിമയുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞ ഏതാ? നമ്മളിപ്പോ ലാസ്റ്റ് ചെയ്ത ഇക്വേഷൻ, ദാറ്റ് ഈസ് ഈ ഇക്വേഷൻ കൊസൈൻ ലോ. അതല്ലേ മിനിമയുടെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കണം കേട്ടോ. ഡാർക്ക് എന്നാണോ അല്ലെങ്കിൽ ബ്രൈറ്റ് എന്നാണ് ഇപ്പം കുറച്ച് കണ്ടീഷൻ ഫോർ. ഒന്നും കൂടി പറയാ, സ്റ്റക്കാനിപ്പോ സാർ പറയാം. ഫോർ മാക്സിമയാണ് നമ്മൾ യൂസ് ചെയ്യാം. ഹലോ. ഹലോ, ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയില്ലേ? ക്വസ്റ്റ്യനിൽ നമ്മളോട് ബ്രൈറ്റ് എന്നാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമന്റെ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്.
ഡാർക്ക് എന്നാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമേന്റെ കണ്ടീഷനാണ് യൂസ് ചെയ്യേണ്ടത്. സോ ഇപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഡാർക്ക് എന്നാണ്. സോ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? കണ്ടീഷൻ ഫോർ മിനിമം. ദാറ്റ് ഈസ് ഏതാ? കൊസൈൻ്റെ അല്ലേ? Cosine. നമ്മുടെ Yes. ഇക്വേഷൻ എന്താ? 2 mu t cos r is equal to n lambda. ഇനി എന്താ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? തിക്നെസ് അല്ലേ? അപ്പൊ ഇവിടുന്ന് ടി is equal to എന്താ വരിക? എഴുതിക്കോ. This will be t is equal to n lambda 2 mu cos r. ഓക്കെ. അപ്പൊ ക്വസ്റ്റനിൽ നമുക്ക് ഇനി എന്തെല്ലാം തന്നിട്ടുണ്ട്? ലാംഡേന്റെ വാല്യൂ ഇസ് പ്രൊവൈഡഡ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ തന്നിട്ടുണ്ട്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആറും തന്നിട്ടുണ്ട്. ബട്ട് എൻ ഇല്ലല്ലോ ഇവിടെ, എന്നിന്റെ വാല്യൂ തന്നിട്ടില്ല. എൻ എത്രയായിരിക്കും വരും ഈ ഒരു കേസിൽ? എന്നിന്റെ വാല്യൂ വരിക odd even numbers. അത് എന്നിന്റെ ജനറൽ കേസ്. എന്നിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് 1 2 3 4 അങ്ങനെയാണ് വരിക. പക്ഷെ ഈ ഒരു കേസിൽ എന്താ വരിക? 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ ഏതാ വരിക? ഓക്കെ, നമ്മളോട് പറഞ്ഞിട്ടില്ല എന്താ? കാൽക്കുലേറ്റ് ദ സ്മോളസ്റ്റ് തിക്നെസ് എന്നല്ലേ പറഞ്ഞിട്ടില്ലേ? സ്മോളസ്റ്റ് ആണ് ഏറ്റവും മിനിമം. അപ്പൊ ഏതാ വരിക? 1. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. ചിലപ്പോ കറക്റ്റ് ആയിട്ട് പറയും സെക്കൻഡ് ഓർഡർ ആണ് അല്ലെങ്കിൽ തേർഡ് ഓർഡർ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പറയും. ഇനി അത് പറഞ്ഞിട്ടില്ല ചിലപ്പോൾ ഇങ്ങനെ സ്മോളസ്റ്റ് അല്ലെങ്കിൽ ലീസ്റ്റ് തിക്നെസ് എന്നായിരിക്കും ചിലപ്പോൾ പറയാം. അങ്ങനെ ലീസ്റ്റ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഏതാ? n ഈക്വൽ ടു 1 ആണ്. സോ ഈ കേസിൽ n 1 ആയിട്ട് പോകും. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാവും? t is equal to lambda by 2 mu cos r. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിച്ചൂടെ? എല്ലാത്തിന്റെയും വാല്യൂ ഇപ്പൊ ആയില്ലേ? ലാംഡ ഉണ്ട്, മ്യൂ ഉണ്ട്, ആർ ഉണ്ട്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ ലാംഡേന്റെ വാല്യൂ തന്നിട്ടുള്ളത് എന്തിലാ? സെന്റിമീറ്ററിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടില്ലേ നമുക്ക് പ്രോബ്ലത്തിൽ തന്നതിനൊക്കെ ആദ്യം എന്ത് വേണം? സ്റ്റാൻഡേർഡ് SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ വേവ് ലെങ്ത്തിന്റെ SI യൂണിറ്റ് ഏതാ? മീറ്റർ. അപ്പൊ എങ്ങനെ സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിട്ട് എന്ത് ചെയ്താൽ മതി? 10⁻² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനത്തെ കാര്യങ്ങൾ എല്ലാവർക്കും ഓർമ്മ വേണേ. ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കൺവേർഷൻസ്. സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിട്ട് എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 10⁻² ചെയ്താൽ മതി. ഇനി മില്ലിമീറ്ററിനെ ആണ് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 10⁻³ ചെയ്താൽ മതി. ഓക്കെ, കാരണം 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ അല്ലേ? സോ അതുകൊണ്ടാണ് 10⁻². 2 സീറോസ് വരുന്നതുകൊണ്ടാണ് ഇവിടെ 2 വന്നത്. പിന്നെ 1 മീറ്റർ എന്ന് വെച്ചാൽ എത്രയാ? 1000 മില്ലിമീറ്റർ ആണ്. സോ അതുകൊണ്ടാണ് മില്ലിമീറ്ററിന്റെ കേസിൽ അത് 3 വന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കൺവേർഷൻസ് എല്ലാവർക്കും അറിഞ്ഞിരിക്കണേ. അറിയാത്തവർ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോ. സെന്റിമീറ്റർ ടു മീറ്റർ ആണെങ്കിൽ ഇൻറ്റു 10⁻² ചെയ്യുക. മില്ലിമീറ്റർ ടു മീറ്ററിനെ ആണെങ്കിൽ ഇൻറ്റു 10⁻³ ചെയ്യുക. അപ്പൊ ഈ കേസിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 5890 ഇൻറ്റു 10⁻8 ഇൻറ്റു 10⁻² എന്ന് കൂടെ ചേർക്കുക. അപ്പോഴത് മീറ്ററിലേക്ക് കൺവേർട്ട് ആയി. എന്നിട്ട് വേണം ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ ആൻസർ എത്രയാണ് കിട്ടുന്നത് പറഞ്ഞു തന്നിട്ട്. കിട്ടിയോ ആൻസർ?
ആൻസർ കിട്ടിയോ? (3920 into 10⁻10). -10 അല്ലേ നബീദ്? ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ്. വേറെ ആർക്ക് കിട്ടിയ ആൻസർ? ചെയ്തു നോക്കുന്നില്ല എല്ലാരും? സാറേ 3.92 into 10⁻10 10⁻⁻? എത്രയാ ആദർശ? 10⁻⁻? ആദർശ് 10⁻10 തന്നെ കിട്ടിയ. -9 10 3.9 into 10⁻10 അല്ലെങ്കിൽ 3926 3.926 into 10⁻10. അന്നേരം 10⁻10 വരൂലല്ലോ ആദർശേ. 3920 into 10⁻10 വരും. 3.9 ആണ് എടുക്കുന്നുണ്ടെങ്കിൽ 10⁻7 ആണ് വരിക. ഓക്കെ, എന്തോ ചെറിയൊരു മിസ്റ്റേക്ക് വന്നയാ. വേറെ ആർക്ക് കിട്ടിയ ആൻസർ? ആരാ കിട്ടി? എന്താ കിട്ടിയ വിഷ്ണു? 3926 into 10⁻10. ഓക്കെ, വെരി ഗുഡ്. യൂണിറ്റ് എഴുതണേ, മീറ്റർ. 3926 into 10⁻10 മീറ്റർ. ഓക്കെ, ഇതാണ് ആൻസർ കിട്ടുക. മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോളോ? പ്രോബ്ലം മനസ്സിലായിട്ടുണ്ടാവും. എല്ലാവർക്കും മനസ്സിലായിനോ? ക്ലിയർ ആയോ? ഇതുപോലെയുള്ള പ്രോബ്ലംസ് ആണ് നിങ്ങളോട് 4 മാർക്കിന് ചോദിക്കുക കേട്ടോ. സിമ്പിൾ ആയിരിക്കും, അത് സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യുക 4 മാർക്സ്. ക്ലിയർ ആയോ? അതുകൊണ്ട് ഉത്തരം മാറിപ്പോയേ. ഇപ്പൊ കറക്റ്റ് ആയില്ലേ? ഓക്കെ. എടാ, ബാക്കിയുള്ളവർക്ക് ക്ലിയർ ആയിനോ? പറഞ്ഞു തരണോ ഒന്നുകൂടെ? മെത്തേഡ് ക്ലിയർ ആയോ ചെയ്യണ്ടേ? ഓക്കെ. അപ്പൊ ഇനി ഇതിന് പകരം ക്വസ്റ്റനിൽ ബ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതാ യൂസ് ചെയ്യണ്ടേ? മാക്സിമേന്റെ കണ്ടീഷൻ ആണ് യൂസ് ചെയ്യണ്ടേ. ഓക്കെ ഓക്കെ. ഓക്കെ, ഒരു പ്രോബ്ലം കൂടെ നോക്കാം എന്നാലും. ഓക്കെ, അപ്പൊ ക്വസ്റ്റൻ എഴുതിക്കാം. A thin layer. Next question ആണ്. A thin layer has a refractive index. A thin layer has a refractive index 1.334. 1.334. A thin layer has a refractive index 1.334. Find the minimum thickness. Find the minimum thickness. Find the minimum thickness for zero reflection. Find the minimum thickness for zero reflection. Find the minimum thickness for zero reflection when light of wavelength 6000 angstrom. Wavelength 6000 ആണ്. 6000 angstrom. ഇവിടെ എഴുതിയിട്ടുണ്ട്. Light of wavelength 6000 angstrom is incident normally. Is incident normally. Is incident normally. ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തു എല്ലാരും? ഒന്നുകൂടെ പറയണോ ക്വസ്റ്റ്യൻ? ഓക്കെ, അപ്പൊ പറഞ്ഞു ഇവിടെ ഏത് ഇക്വേഷൻ ആയിരിക്കും യൂസ് ചെയ്യണ്ടേ?
സോറി എടാ ക്വസ്റ്റ്യനിൽ ഹലോ ഓഡിബിൾ അല്ലേ? ഓക്കെ ഓക്കെ. ക്വസ്റ്റ്യനിൽ ഡാർക്ക് ബാൻഡ് എന്ന് കൂടി ഉണ്ട് കേട്ടോ, സോറിയേ. മിനിമം തിക്നെസ് ഫോർ സീറോ റിഫ്ലക്ഷൻ ഫോർ ഡാർക്ക് ബാൻഡ് എന്നുണ്ട്. അവിടുന്ന് ചേർത്തോ കേട്ടോ. ഫൈൻഡ് ദ മിനിമം തിക്നെസ് ഫോർ സീറോ റിഫ്ലക്ഷൻ ഫോർ ഡാർക്ക് ബാൻഡ് വെൻ ഡാർക്ക് ബാൻഡിന്റെ കേസ് തന്നെയാണ്. അപ്പൊ ഏത് ഇക്വേഷനെ യൂസ് ചെയ്യുക? അല്ലേ, സെയിം ഇക്വേഷൻ തന്നെ. ദാറ്റ് ഈസ് 2 mu t cos r is equal to n lambda. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് തിക്നെസ് തന്നെയാണ് അല്ലേ. ദാറ്റ് ഈസ് t is equal to എന്ത് വരും? n lambda ഡിവൈഡഡ് ബൈ 2 mu cos r. ഇനി പറഞ്ഞേ, ലാംഡന്റെ വാല്യൂ തന്നിട്ടുണ്ട്, മ്യൂവിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, എന്നിന്റെ വാല്യൂ എത്രയാ വരിക? 0 വരും. 0 ഇല്ല, n ഇന്റീജേഴ്സ് അല്ലേ? വൺ ആണേ, 0 പറയല്ലേ. 0 പറഞ്ഞാൽ തെറ്റി, കൺസെപ്റ്റേ മാറിപ്പോയി. എന്റെ വാല്യൂ ഇന്റീജേഴ്സ് ആണ്, 1 2 3 ഓർഡറിലാണ് പോവുക കേട്ടോ. സോ ഇവിടെ മിനിമം എന്നല്ലേ പറഞ്ഞു, അപ്പൊ 1 തന്നെയാണ് n വരിക. ഇനി ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ r ഇല്ല, r എന്തായിരിക്കും വരിക? 0. വെരി ഗുഡ്. ഓക്കെ ഓക്കെ, ഇറ്റ്സ് ഓക്കെ. അപ്പൊ r ഇവിടെ 0 ആണ് വരിക അല്ലെ, കാരണം ഫോർ 0 റിഫ്ലക്ഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസും 0 ആണ് വരിക, ഐയും 0 ആണ് വരിക, ആറും എന്താ വരിക ഇവിടെ? 0 തന്നെയാണ് വരിക. അപ്പൊ കോസ് r എന്ത് വരും? അപ്പോ കോസ് 0 എത്ര വരിക? 1 വരും. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയില്ലേ. ഈ കേസിൽ ആറിന്റെ വാല്യൂയും 0 ആണ് വരിക കേട്ടോ. നമ്മുടെ ഇക്വേഷൻ എന്താവും? ലാംഡ ഡിവൈഡ് ബൈ 2 mu. കാരണം കോസ് 0 1 ആയി പോയി, എന്നിന്റെ വാല്യൂ 1 ആയി പോയി. സോ ലാംഡ ബൈ 2 mu ചെയ്താൽ മതി. ഓക്കെ, ഇപ്പൊ ചെയ്ത് നോക്കി. ആങ്സ്ട്രങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ഈ വേവ് ലെങ്ത്തിന്റെ കൂടെ ആങ്സ്ട്രങ് എന്താ? യെസ് വെരി ഗുഡ്. 1 ആങ്സ്ട്രങ് എന്ന് പറഞ്ഞാൽ 10⁻⁻10 മീറ്റർ ആണ് കേട്ടോ. അതായത് ആങ്സ്ട്രങ്ങിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 10⁻⁻10 ചെയ്താൽ മതി. ഓക്കെ, അറിയാത്ത ആൾക്കാർ നോട്ട് ചെയ്ത് വെച്ചേ. 1 ആങ്സ്ട്രങ് ഈസ് ഈക്വൽ ടു 10⁻⁻10 ആണ്. ഇനി 1 നാനോമീറ്റർ ഈസ് ഈക്വൽ ടു എത്രയാ? യെസ്, 10⁻⁻9 മീറ്റർ ആണ്. അതായത് നാനോമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 10⁻⁻9 ചെയ്താൽ മതി. ഇനി 1 മൈക്രോമീറ്റർ എത്രയാ? 10⁻⁻6 മീറ്റർ ആണ്. അതായത് മൈക്രോമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റു 10⁻⁻6 ചെയ്താൽ മതി. ഓക്കെ, പിന്നെ മില്ലിമീറ്ററും സെന്റിമീറ്ററും ഞാനിപ്പം പറഞ്ഞതാണ്. 1 millimeter 10⁻⁻3 മീറ്റർ, 1 centimeter 10⁻⁻2 മീറ്റർ. അപ്പൊ ഇത്രയും ബേസിക് ആയിട്ടുള്ള കൺവേർഷൻസ് ഒന്ന് അറിയണം കേട്ടോ. ഇത് വെച്ചിട്ടാണ് പ്രോബ്ലം ഉണ്ടാവുക. അപ്പൊ പ്രോബ്ലത്തിൽ തന്നു കഴിഞ്ഞാൽ ആദ്യം കൺവേർട്ട് ചെയ്യാൻ പഠിക്കണം, എന്നാലേ അത് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഒന്ന് അറിയാത്ത ആൾക്കാർ ജസ്റ്റ് ഒന്ന് സൈഡിൽ ആങ്സ്ട്രോൺ എങ്ങനെയാ കൺവേർട്ട് ചെയ്യുക? ആങ്സ്ട്രോൺ അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റു 10⁻⁻10 ചെയ്താൽ മതി. അവനെന്ത്, ഇപ്പൊ നിനക്ക് 6000 ഇല്ലേ, ആ 6000 ഇൻറ്റു 10⁻⁻10 ചെയ്താൽ മതി. ഓക്കെ, ആൻസർ കിട്ടി ആർക്കെങ്കിലും? ലാംഡ ബൈ 2 mu. ടു 248. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ് നവീൻ. വേറെ ആർക്ക് കിട്ടിയ ആൻസർ? വേറെ ആർക്ക് ആൻസർ കിട്ടിയ? സാറ് 2248 × 10⁻⁻10 മീറ്റർ. ഓക്കെ, വെരി കറക്റ്റ് ആണ്. 2248 ഇൻറ്റു 10⁻⁻10 മീറ്റർ. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? 2248 ആങ്സ്ട്രങ് എഴുതിയാൽ മതി, കാരണം 10⁻⁻10 എന്ന് വെച്ചാൽ ആങ്സ്ട്രങ് അല്ലേ. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ വരിക. ചെയ്തിട്ടുണ്ടോ? എല്ലാവരും കിട്ടിയിട്ടുണ്ടോ?
അഭിനന്ദ്? ആ കിട്ടി. ഓക്കെ ഓക്കെ, അപ്പൊ ക്ലിയർ ആയില്ലേ? ആ പ്രോബ്ലം വന്നാലും ചെയ്യൂലേ ഈ ടൈപ്പ് വന്നാലും എല്ലാരും? സാർ സർ അപ്പൊ നമ്മൾ ഈ 1.334 മീറ്ററിലേക്ക് മാറ്റണോ? ഏതിനാടോ? മ്യൂ ഇല്ലേ ആ ആ അതിനാ? വേണ്ട. മ്യൂ എന്ന് പറയുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലേ മോനെ? അതൊരു കോൺസ്റ്റന്റ് വാല്യൂ അല്ലേടാ? അപ്പൊ അത് മാറ്റണ്ടല്ലേ? അയ്യോ അതിനൊന്നും ചെയ്യണ്ട. അത് യൂണിറ്റ് ഒന്നും ഇല്ല, ദാറ്റ് ഇസ് എ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ സാർ നെക്സ്റ്റ് നമുക്ക് യെസ് പറഞ്ഞോ. അവസാനം വേണ്ട 10⁻⁻10 ആക്ടറായിട്ട് എഴുതിയ അപ്പൊ ആ എസ് ഐ യൂണിറ്റ് SI യൂണിറ്റ് അത് കുഴപ്പമില്ല, ആങ്സ്ട്രം എഴുതിയതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് വെച്ച് മാർക്ക് കുറയൊന്നുമില്ല, പേടിക്കണ്ട. അത് മീറ്ററിൽ അവിടെ വെച്ച് എഴുതിയാലും മതി. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അത് നിങ്ങൾക്ക് അതിന് പകരം ഇങ്ങനെ എഴുതാന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അത് കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് റെസ്റ്റ് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സാർ. താങ്ക് യു സർ. താങ്ക് യു സാർ.